Welcome back, aliens. In this video, നമ്മൾ നോക്കാൻ പോകുന്നത് റാൻഡം ടെൻസർ. എന്താണ് റാൻഡം ടെൻസർ? നിങ്ങൾക്ക് പൈതം പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും എന്താണ് റാൻഡം നമ്പേഴ്സ്. ഇമ്പോർട്ട് റാൻഡം. നിങ്ങൾ റാൻഡം യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേ റാൻഡം യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് റാൻഡമായിട്ട് കുറച്ച് ടെൻസേഴ്സ് ഉണ്ടാക്കുന്നതിനാണ് റാൻഡം ടെൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ചെറിയ റാൻഡം ടെൻസർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. കുറച്ച് സ്റ്റാർട്ട് വിത്ത് റാൻഡം നമ്പേഴ്സ്, ലുക്ക് അറ്റ് ദ ഡേറ്റ, അപ്ഡേറ്റ് റാൻഡം നമ്പേഴ്സ്, ലുക്ക് അറ്റ് ദ ഡേറ്റ, അപ്ഡേറ്റ് റാൻഡം നമ്പേഴ്സ്. ഈ ഒരു ഫ്ലോയിലാണ് നമ്മൾ പോകുന്നത്. MP നമുക്ക് ക്രിയേറ്റ് റാൻഡം ടെൻസർ വിത്ത് ഡയമെൻഷൻ 2,3. 3,2 ചെയ്താൽ നമുക്ക് 2,3 ചെയ്യാം, എല്ലാം ചെയ്യാം. 3,2 റാൻഡം ടെൻസർ. അവിടെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന കീവേഡ് എന്താണ് നിങ്ങൾ ഗസ് ചെയ്ത് നോക്കൂ. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഗസ് ചെയ്ത് നോക്കും. വേറെ ഒന്നുമില്ല, ടോർച്ച് ഡോട്ട് റാൻഡ്. റാൻഡം അല്ല, ടോർച്ച് ഡോട്ട് റാൻഡ്. നമുക്ക് എത്ര വേണ്ടിയത്? 3,2 സൈസുള്ള ഒരു മെട്രിക്സ്, അതായത് 3 കോളംസ്, 3 റോസ്, 4 കോളംസ്. 3,4. ഇനി ആ റാൻഡം ടെൻസർ പ്രിന്റ് ചെയ്ത് നോക്കാം. റാൻഡം ടെൻസർ ഒന്നില്ലേ, കുറച്ച് റാൻഡം നമ്പേഴ്സാണ്. 0 and 1 ഇടയ്ക്കുള്ള കുറച്ച് റാൻഡം നമ്പേഴ്സ്. അതാണ് ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്ന ടെൻസേഴ്സ്. ഇത് നമുക്ക് പല സമയത്തും പലതാവാം. ഇവിടെ ഒന്ന് റൺ ചെയ്ത ശേഷം ഇവിടെ റൺ ചെയ്യുക. മാറുന്നില്ലേ, റാൻഡം നമ്പേഴ്സാണ്. റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇഷ്ടം പോലെ 0ക്കും 1നും ഇടയ്ക്കുള്ള കുറേ എന്ത് നമ്പർ വേണമെങ്കിലും ഇവിടെ വരാം. ടോർച്ച് ഡോട്ട് റാൻഡം ക്രിയേറ്റ് എ റാൻഡം ടെൻസർ വിത്ത് ഷേപ്പ് ആൻഡ് ഇമേജ് ടെൻസർ. അടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. create a random similar to an image tensor. ഒരു ഇമേജിന് തുല്യമായിട്ട് ഒരു ഇമേജിന് നമുക്ക് ഒരു മോഡൽ ഇമേജ് കൊടുത്താൽ അതിന് ജസ്റ്റ് ഒരു ടെൻസർ ആക്കിയാലും പറ്റുന്നത്. അതേപോലെ നമുക്ക് ഒരു റാൻഡം ഇമേജ് ഉണ്ടാക്കാം. ഇപ്പം അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഒരു ഇമേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റാൻഡം ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. റാൻഡം ഇമേജ് ടെൻസർ ടോർച്ച് ഡോട്ട് റാൻഡ്. ഇതിൽ ടോർച്ച് ഡോട്ട് റാൻഡ് സൈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ഇവിടെ സൈസ് വേണമെങ്കിൽ കൊടുക്കാം. സൈസ് ഈക്വൽ ടു ഇങ്ങനെ കൊടുക്കാം. ഇവിടെ ഞാൻ സൈസ് ഈക്വൽ ടു 224,3. ഇതിനകത്ത് ഈ 224 എന്ന് പറഞ്ഞ ഹൈറ്റ്, ഒരു ഇമേജിൻ്റെ ഹൈറ്റ്, ഇതതിൻ്റെ വിഡ്ത്ത്, പിന്നെ അതിൻ്റെ കളർ ചാനൽസ്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റെഡ്, ഗ്രീന്, ബ്ലൂ കളർ ചാനൽസ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. കളർ ചാനൽസ് റെഡ്, ഗ്രീൻ, ബ്ലൂ, RGB. ഇതാണ് കളർ ചാനൽസ്. ഇപ്പോൾ ഓരോ ഇമേജ് എടുത്താൽ അതിനകത്തൊരു കളർ ചാനൽസ് ഉണ്ടാവും. അതുപോലെ കളർ ചാനൽ, ഒരു ഇമേജിൻ്റെ കളർ ചാനൽ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 224,3 as a image. ഇമേജ് വിത്ത് ഡയമെൻഷൻ 224,224,3 സ്റ്റാൻഡേർഡ് കളർ ഇമേജ്. ഇത് കൺവെൻഷണൽ ന്യൂറൽ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ അതൊന്ന് ഒരു റാൻഡം ടെൻസർ വെച്ച് ഈ ഒരു ഇമേജിനായിട്ട് കൊടുത്താലും ആ ഇമേജിന് ജനറേറ്റ് ചെയ്യുന്ന അതേ ഒരു ടെൻസറാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് ഞാൻ കുറച്ച് കളർ ചാനൽസ് കൊടുത്തതാണ്ട്. ഇതാണ് ഇവിടെ വരുന്നത്.
ഇതുപോലുള്ളൊരു ഇമേജ് ഇട്ട് കൊടുത്താൽ വരുന്ന കാര്യങ്ങളായിരിക്കും. യെസ്, എടുത്തേ ഉള്ളൂ. നമുക്ക് ഗൂഗിൾ കൊളാബിലോട്ട് വരാം. ഗൂഗിൾ കൊളാബ് 224, കുറച്ച് ഒരു റാൻഡം ഇമേജ് ടെൻസർ ഉണ്ടാക്കാനാണ്. അപ്പം റാൻഡം ഇമേജ് ടെൻസർ നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. റാൻഡം ഇമേജ് ടെൻസർ ഡോട്ട് ഷേപ്പ് റാൻഡം ഇമേജ് ടെൻസർ ഡോട്ട് എൻഡിം number of dimensions, റാൻഡം ഇമേജ് ടെൻസർ. ഇതാണ് നമുക്ക് വന്ന റാൻഡം ഇമേജ് ടെൻസർ. ഒരു ഇമേജിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ നമ്പേഴ്സ് ഉണ്ട്. റാൻഡം ഇമേജ് ടെൻസർ അതാണ്ട് 224, അത്രയും 3. ഇതാണ് അതിൻ്റെ കളർ ചാനൽസ് റെഡ്, ഗ്രീൻ, ബ്ലൂ. പിന്നെ ഇത്രയും 224, അത്രയും ഇതിനകത്ത് കിടക്കുന്നുണ്ട്. വിത്തും ഹൈറ്റും കാര്യങ്ങളുമായിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്ന 224. മനസ്സിലായില്ലേ? ഇതൊരു ഇമേജിന് ഔട്ട്പുട്ട് കൊടുത്ത് അത് നമ്മൾ അടുത്തതിന് പഠിക്കും. ഇപ്പം നമ്മൾ റാൻഡം നമ്പേഴ്സ് വെച്ച് ഒരു ഇമേജിൻ്റെ രീതിയിൽ കുറച്ച് റാൻഡം ടെൻസർ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇനി നമുക്കത് വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് മാറ്റ്പ്ലോട്ലിബ് യൂസ് ചെയ്ത് ചെയ്യാം. plt ഡോട്ട് നമുക്ക് അടുത്ത 0s and 1s എന്ന് പറഞ്ഞൊരു ടെൻസർ ഉണ്ട്. അപ്പം അതിലോട്ട് പോകാം. അതിനുശേഷം നമുക്ക് പ്ലോട്ട് ചെയ്യാം. വൺസ്. അപ്പം ഇതിൽ അടുത്ത ഈ 0s and 1s എന്ന് പറഞ്ഞ ടോർച്ചിലുള്ള 2 കീവേഡാണ്. ഇത് വെച്ച് ഈ 2 മെത്തേഡ് യൂസ് ചെയ്ത്, ഇപ്പോൾ മെത്തേഡ്സ് ആണ്. ടോർച്ച് എന്ന് പറഞ്ഞാൽ 2 മെത്തേഡ് യൂസ് ചെയ്ത് കുറച്ച് ടെൻസർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കാം. വിഷ്വലൈസ് 0. നമുക്ക് ഫസ്റ്റ് 0 ടെൻസർ ഉണ്ടാക്കാം. 0 ടെൻസർ and 0 equal to ഞാൻ 0ക്ക് z എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ കിടക്കട്ടെ 0 zeros എന്നാണ് അതിൻ്റെ പേര്. ടോർച്ച് ഡോട്ട് സീറോസ്. ഇത് നമ്പർ ഓഫ് ഇതെൻ്റെ സൈസാണ് 3,4 സൈസുള്ള ഒരു ടെൻസർ. അതുകൊണ്ട് മൊത്തം സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോസ്. ഇപ്പം ഞാൻ ഇവിടെ 224 കൊടുത്തു നോക്കാം. 224 വരും. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ 3 ആക്കുന്നേ ഉള്ളൂ. അപ്പം മൊത്തം സീറോസ് ആയിരിക്കും. സീറോസ് എന്ന് പറഞ്ഞു കൊടുത്താൽ. ഇനി വൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗസ് ചെയ്ത് നോക്കും. ഇത് തന്നെ വൺസ്. എന്ന് പറഞ്ഞാലും ഇത് തന്നെ വൺസ്. ടോർച്ച് സജക്ഷൻസ് ഒന്നും വരാത്തെന്താണ്? സമയം പോകും. വൺസ് നമ്മൾ അതിൻ്റെ സൈസ് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ റൺ ചെയ്യുക. മൊത്തം 1 ആയിരിക്കും. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. നമുക്കിതിൻ്റെ ഡേറ്റ ടൈപ്പ് അറിയണമെങ്കിൽ അതുകൂടെ പറയാം. വൺസ് ഡോട്ട് ഡി ടൈപ്പ് എന്നാൽ ഡേറ്റ ടൈപ്പ് എന്നാണ്. ഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫ്ലോട്ട് 32 ആണ്. ഇതിൻ്റെ ഫ്ലോട്ട് 32 ആണ്. നോക്കി, അത് നമ്പേഴ്സ്. ഫ്ലോട്ട് 32 ആണ് ഇതിൻ്റെ ഡേറ്റ ടൈപ്പ്. അതുപോലെ തന്നെ ഈ സീറോസിൻ്റെയും ഫ്ലോട്ട് 32 തന്നെയാണ് അതിൻ്റെ ഡൈമെൻഷൻ. ഡേറ്റ ടൈപ്പ്. നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഇതിൻ്റെ എല്ലാം ഡേറ്റ ടൈപ്പ് നിങ്ങൾക്ക് നോക്കാം. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് ഇതെല്ലാം ഇൻറ്റിജർ ആയിരിക്കും. ഇതെല്ലാം ഫ്ലോട്ട് 32 ആയിരിക്കും. ഇതെല്ലാം ഇൻറ്റിജർ ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സിനനുസരിച്ച് അത് മനസ്സിലാക്കിക്കോളും. അപ്പം ഐ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.